ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ 22 പേർ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സർക്കാരും മാധ്യമങ്ങളും റിപ്പോർട്ടിലെ ലൈംഗിക അതിക്രമങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നും കുറ്റപ്പെടുത്തൽ. പി ബസന്താണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ബസന്ത്, ആരൊക്കെയാണ് ഈ പ്രമുഖർ ഈ ആശങ്ക ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? പ്രതീക്ഷ 72 പേരാണ് മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് പോലെ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകരായ ഇന്ദിരാ ജയ്സിംഗ്, ബൃന്ദ ഗ്രോവർ, അതോടൊപ്പം തന്നെ ബംഗാളി സിനിമാ നടി അപർണ സെൻ, പ്രകാശ് രാജ്, TN കൃഷ്ണ, സ്വര ഭാസ്കർ തുടങ്ങിയവരാണ് കേരളത്തിലെ പ്രമുഖരോടൊപ്പം ഒപ്പം തന്നെ ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിച്ച നടപടി, സർക്കാരിന്റെ നടപടി ദൗർഭാഗ്യകരമെന്നാണ് കത്തിൽ പറയുന്നത്. സർക്കാരും മാധ്യമങ്ങളും റിപ്പോർട്ടിലെ ലൈംഗിക അതിക്രമങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഇവരുടെ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. സിനിമാ മേഖലയിലെ തൊഴിൽ സാഹചര്യങ്ങളും കരാറിന്റെ അഭാവവും ലിംഗവേതന വ്യത്യാസവും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ദുരനുഭവങ്ങൾ പങ്കിട്ട സ്ത്രീകൾ പരാതി നൽകാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ടായി. ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പരാതി നൽകിയവരെ തളർത്തുന്ന അന്വേഷണ രീതി പാടില്ലെന്നും ഇതിനനുസരിച്ചുള്ള നിർദ്ദേശം നൽകണമെന്നും അവർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയുടെയും WCC ഉന്നയിക്കുന്ന വിഷയങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഒരു നയ രൂപീകരണവും ആവശ്യമാണെന്ന് ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടും.